ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ എൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി താമസിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ കണി കാണിക്കാൻ വേണ്ടിയിട്ട് രാവിലെ രണ്ടുപേരെയും പോയി എഴുന്നേൽപ്പിച്ചിട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ. രണ്ടുപേരും ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പം ഇനി ഞാൻ ഓർത്ത് വിളിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ച് അമ്പലത്തിലൊക്കെ പോകണം. രണ്ടെണ്ണത്തിനെയും കൊണ്ടൊക്കെ വന്ന് ആള് ഭയങ്കര കരച്ചിലായിരുന്നു. സ്വത്തുമ്മ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. എണീറ്റതേ സുജി പെട്ടെന്ന് കണ്ണ് പൊത്തിയപ്പോൾ ആൾക്ക് മൊത്തത്തിലും ഇരുട്ടായിട്ട് പേടിയായിപ്പോയി. എന്താ പെട്ടെന്ന് കണ്ണ് പൊത്തുന്നേ എന്നുള്ളൊരു മൈൻഡായിപ്പോയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. അവസാനം ഞാൻ എടുക്കേണ്ടി വന്നു. അതുവരെയും കരച്ചിലായിരുന്നു അവൾ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്ന കണി. എന്നെക്കൊണ്ടാവുന്ന രീതിക്കൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ വിഷുക്കണിയാണ്. അപ്പോൾ ഞാൻ അതിനോടനുസരിച്ചിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം നല്ലതാക്കിയിട്ടാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നേരെ കുഞ്ഞിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടി. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി പുറത്തേക്കാണ്. അപ്പോഴത്തേക്ക് സുജി അമ്മയെ കൊണ്ട് വിട്ടിട്ട് വരികയാണ്. വന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ വന്നു. ഇത് അമ്പലത്തിൻ്റെ പുറത്ത് ഉള്ള കുളം, പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള വ്യൂ ഒക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. അമ്പലത്തിൽ ചെന്നപ്പോഴാട്ടോ ചേച്ചിയും കുഞ്ഞും അവിടെ ഉണ്ട്. ഞങ്ങൾ വിളിച്ച് പറഞ്ഞൊന്നുമില്ല, പക്ഷേ എന്നാലും അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് പിന്നെ ഞാൻ സദ്യയൊക്കെ സെറ്റാക്കി കുഞ്ഞിനെ തന്നെ ആദ്യം കൊടുത്ത് കുഞ്ഞ് കഴിക്കുന്നതൊക്കെ കുറേ നേരം നോക്കിയിരുന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങി. ആക്ച്വലി ഇത് തലേദിവസം പൊട്ടിച്ച പടക്കമാണ് കേട്ടോ. അതിൻ്റെ ബാലൻസ് ഞങ്ങൾ പിറ്റേ ദിവസം പകൽ പൊട്ടിക്കുകയും ചെയ്തു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. നമ്മൾ ആദ്യം മേലെ ചെന്ന് പൊട്ടുന്ന ഒരു പടക്കമായിരുന്നു അത്. എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല. ഞാനതിൻ്റെ ആകാംക്ഷയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്കും സാധനമൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പൂത്തിരിയൊക്കെ കത്തിച്ച് ഞാൻ കുഞ്ഞിനിങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ചൊക്കെ എടുത്ത് കാണിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കുരവപ്പൂവൊക്കെ ഇങ്ങനെ മേളോട്ട് പോകുമ്പോഴത്തേക്ക് ആൾ പേടിച്ചിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കുവാണ്, ആൾക്ക് പേടിയായിട്ട്. സംഭവം ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചപ്പോൾ ആൾ ശരിക്കും പേടിച്ചു പോയി. പടക്കമൊക്കെ പൊട്ടിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെവിയൊക്കെ അടഞ്ഞിട്ട് ഞാനത് എൻ്റെ ചെവി അടിച്ചു പോയത്. അതുമാതിരിയുള്ള സൗണ്ടായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് പേടിയായിപ്പോയി. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി അകത്ത് കയറി. ആൾക്ക് ഭയങ്കര ചിരിയും സന്തോഷവും ഒക്കെ ആയിരുന്നു പടക്കം പൊട്ടിച്ച് തുടങ്ങിയപ്പോഴത്തേക്കിന്. ഇത് ജസ്റ്റ് ചെറിയൊരു പടക്കമാണ്. ഞാൻ ആളുടെ റിയാക്ഷൻ ആയിപ്പോയതിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളടാ വിഷു വിശേഷങ്ങളൊക്കെ.